ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഹയറഫൻ്റ് ആണ്, പിന്നെ 4 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളിൽ ചില ആൾക്കാർ ഒരു വിവാഹ ഉടമ്പടിയിൽ ചേരുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആരുടെയെങ്കിലും ഒരു വിവാഹ നിശ്ചയമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിവാഹ നിശ്ചയമോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് ചില ആൾക്കാർക്ക് ഒരു സെക്കൻഡ് മാരേജ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു ഫങ്ഷൻ നടത്താൻ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു 4 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. കുറേയധികം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ പക്ഷെ നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു എനർജിയിലാണുള്ളത്. ശത്രുക്കളൊന്നും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ അത്ര പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. പക്ഷേ കുറേ ആൾക്കാർ നിങ്ങളുടെ വഴിയിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് കറക്റ്റാണ്. 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളോട് മത്സരിക്കുന്ന കുറച്ച് ആൾക്കാർ, നിങ്ങൾക്ക് നന്മ വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് വരുന്ന ആ ഒരു വിക്ടറിയെ തടയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉയർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത്. അവരെന്തെങ്കിലും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി ഉപയോഗിച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഒരു മതപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കണം നിങ്ങൾക്ക് എതിരെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ഉള്ളൊരു റീഡിംഗ് അല്ല. ഈ ഒരു ആദ്യത്തെ മെസ്സേജ് എല്ലാവർക്കും ഉള്ളതല്ല. കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. കാരണം നിങ്ങളുടെ വളർച്ചയെ തടയാൻ പറ്റുന്ന എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ നിങ്ങളോട് എതിർക്കുന്ന ആൾക്കാർ. കാരണം അതുകൊണ്ടാണ് ഈ 5 ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ വന്നത്. നിങ്ങളോട് ശത്രുതയുള്ള, നിങ്ങളോട് മത്സരിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കുറച്ച് നെഗറ്റീവ് ബ്ലോക്കേജസ് ഉണ്ടാക്കുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ ആൾറെഡി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അങ്ങനെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ആദ്യം അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് ഇട്ടത്. കാരണം നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് അപ്പോൾ ആദ്യം അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കെയർ ചെയ്യേണ്ടതുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആദ്യം തന്നെ വന്നത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ, അതായത് പണസംബന്ധമായ വിഷയങ്ങളെ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പൈസയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നു. മണി ബ്ലോക്കേജസ് വരുത്താൻ ഇവർക്ക് പറ്റുന്നുണ്ടായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ വേറെ ഒന്നിലും ചെയ്യാൻ പറ്റാത്തത് ഈ മണി ബ്ലോക്കേജസ് വരുത്തുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റക്കായിട്ടുള്ളൊരു ഫീലായിരിക്കണം.
പൈസയുടെ കാര്യത്തിൽ ഒരു സ്റ്റക്കായിപ്പോയ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഇത് എവിടുന്നോ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വന്ന് നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കിയതാണെന്ന് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരുണ്ടാക്കുന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരിലൂടെ അത് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് അവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് അടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളിനെ അടിച്ച് ഉപദ്രവിച്ച് നിങ്ങൾക്ക് അതിലൂടെ വേദന തരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ കൂടെ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കാതെ ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നാം, ദേഷ്യം തോന്നാം. അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാണുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ളൊരു മെസ്സേജ് ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അറിയണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇതിൽ ഒരു ചാരിയറ്റിൻ്റെ എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾ വിക്ടറി ഉണ്ടാക്കുന്നതിൽ അസൂയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറേ തടസ്സങ്ങൾക്കിടയിലും നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാക്കാൻ പറ്റും. അത്രയും അങ്ങനത്തെ കറേജുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈസി ആയിട്ട് വന്ന ആൾക്കാരല്ല. നിങ്ങൾ ഒരുപാട് കടമ്പകൾ താണ്ടി, ഒരുപാട് ബുദ്ധിമുട്ടി, ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറേ കാര്യങ്ങൾ, അതിൽ അസൂയുള്ള കുറച്ച് ആൾക്കാരാണ് കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് കാണുന്നത്. ടവറാണ്. ഇതും ഇത് കണ്ടില്ലേ, ഒരു ഈവിൾ ഐ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു ഈവിളായി നിമിത്തം തകർന്നു പോയൊരു എനർജിയാണുള്ളത്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇന്നത്തെ ഒരു റീഡിങ്ങിൻ്റെ എനർജി ഇതാണ്. കൂടുതലും അത് തന്നെ വരുന്നത് കൊണ്ട് പറഞ്ഞതാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കില്ല, എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കില്ല എന്ന് പറഞ്ഞത്. ഇതിനകത്തൊരു നിങ്ങളൊരു ദൃഷ്ടി കണ്ടല്ലോ. ഇപ്പോൾ ദൃഷ്ടി പോലെയുള്ള സംഗതികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുണ്ടാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ദൃഷ്ടി നിമിത്തം അല്ലെങ്കിൽ ഒരു ഈവിളായി നിമിത്തം ഇല്ലാതായി പോയ ഒരു സഡൻ ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. വലിയൊരു നിങ്ങളുണ്ടാക്കിയ ഒരു കാര്യം ഒരു സഡൻ ചേഞ്ച് ഉണ്ടായി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതായിരിക്കും ആണ് കാണുന്നത്. ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ ഒരു ജോലി അത് നിസ്സാര കാര്യത്തിന് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കിട്ടാതായി പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന കുടുംബം അത് ചെറിയ പ്രശ്നങ്ങളിൽ അത് തകർന്നു പോയി, അല്ലെങ്കിൽ ഇപ്പം മനസ്സമാധാനം ഇല്ലാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിൽ വളരെ സ്നേഹത്തിൽ പോയ റിലേഷൻഷിപ്പുകൾ മറ്റുള്ള ആൾക്കാരുടെ ഈവിളൈ കൊണ്ട് അത് ഇല്ലാതായി പോയി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കാണുന്നത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പം കുറേ ആൾക്കാർക്കും നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയ നെഗറ്റീവ് പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് പൂർണ്ണമായും പലരെയും അത് തകർക്കാൻ പറ്റുന്നില്ല. അത് ശരിയാണ്, പ്രൊട്ടക്ഷൻ ഉണ്ട് ആൾറെഡി. പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാർക്ക് അത് ബാധിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വേറൊന്നുമല്ല, നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമ്മളുടെ കർമ്മ ക്ലെൻസ് ചെയ്ത് വയ്ക്കുക. നമ്മൾ വാക്ക് കൊണ്ടോ നോക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളിന് ഒരു വേദന ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് അറിയില്ലാത്ത സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും, പല മിസ്റ്റേക്സും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് നമ്മൾ അറിയുന്ന സമയത്ത്, നമുക്ക് അറിവുള്ള സമയത്ത് അങ്ങനെ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്
അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ബാഡ് കമൻറ്റ്സ് പറയാതിരിക്കുക, നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, അതും ചെയ്തുകൂടാന്നാണ്. എന്നാലും മനുഷ്യരായതുകൊണ്ട് അതൊക്കെ ചെയ്യും, അത് ചെയ്ത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ കുറിച്ച് ഒരു ജഡ്ജ്മെൻറ്റും പറയാതിരിക്കുക. നമ്മളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളുടെ കർമ്മ എപ്പോഴും ക്ലെൻസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ കുറേ ബാഗേജസ് കൊണ്ട് വെക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുള്ളൂ. പിന്നെ മാക്സിമം കള്ളം പറയാതിരിക്കുക, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കള്ളങ്ങൾ പറയാതിരിക്കുക. അപ്പോൾ അതൊക്കെ കർമ്മ ക്ലെൻസിങ്ങിന് നല്ലതാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ പ്രാർത്ഥിച്ചാൽ അത് ഫലം കിട്ടാറില്ല. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പം മിസ്റ്റേക്സ് ഒക്കെ പറ്റും എല്ലാവർക്കും, അത് ഫോർഗീവ്നെസ് ചോദിച്ച് മാറ്റുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൂട്ടണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്നിട്ട് ഒരു കിങ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. ശരിക്കും നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റും. അതിന് നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും എത്ര ശത്രുക്കളുണ്ടെങ്കിലും അവരെയൊക്കെ നിഷ്പ്രഭരാക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനത്തെ ഒരു ശരിക്കും സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്, അതിൽ വിശ്വസിക്കുക. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ കഠിന പ്രയത്നമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട് വരാൻ നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ പലരും ഇപ്പോൾ ഇല്ലാതായി പോയ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തും. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഇന്നത്തെ ഒരു മെസ്സേജായിട്ട് കിട്ടിയത്. പിന്നെ 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ വളരെ സന്തോഷത്തിലൊരു വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പം. നിങ്ങൾക്ക് വളരെ പ്രൗഡായിട്ടുള്ള മൊമെൻറ്റ്സ് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു അഭിമാനമൊക്കെ തോന്നും. പിന്നെ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നാൻ പറ്റുന്ന ചില ഇൻസിഡൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ വരും. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പം ചോദിക്കാതെ തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് പൈസ തരുന്ന ഒരു എനർജിയൊക്കെ ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചിലർ നേരത്തെ നമ്മൾ കണ്ട മെസ്സേജാണ്. നിങ്ങളൊരു വിവാഹത്തിനോ എൻഗേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിനോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അവരുമായിട്ട് നിങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ കുറേ കാലം കാണാതിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ ഒരു ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യാനും ഉള്ളൊരു അങ്ങനത്തെ ഒരു എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ നമ്പർ കിട്ടാതെ ഇങ്ങനെ ശരിക്കും അവരെ തേടിയിരുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ 1 2 3 സുഹൃത്തുക്കൾ ഒരുമിച്ച് സംസാരിക്കാനുള്ളൊരു എനർജി ഇന്നത്തെ ദിവസമുണ്ട്. നിങ്ങളിന്ന് ഹാപ്പി ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഡെത്ത് കാർഡാണ് ഇതിനകത്ത്. ചില കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പിലൂടെ ചില കാര്യങ്ങൾ എൻ്റെ ആക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ കുറേ കാലം ആയിട്ടുള്ളൊരു ആഗ്രഹം, ചിലപ്പോൾ എന്തെങ്കിലും കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ആ കോംപ്രമൈസ് ഇന്നത്തെ ദിവസം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോംപ്രമൈസ് ചെയ്ത് ആ കാര്യം എൻ്റെ ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കതിൽ വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അതുപോലെ നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊന്ന് മാറിയാൽ മതി, അതൊന്ന് എൻ്റെ ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പം അത് സംഭവിക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പൂർണ്ണമായും നിങ്ങൾ വിട്ടുകളയുന്ന ഒരു സംഭവം കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നാണ് കാണുന്നത്. ഇതിനകത്തൊരു ഡബിൾ കാർഡാണുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് തോന്നലുള്ള കുറച്ചധികം ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ എന്തോ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എത്ര നിയന്ത്രിച്ചാലും മാറ്റാൻ പറ്റാതെ ആവശ്യമില്ലാത്ത തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളത് വേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുന്നെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോ അങ്ങനത്തെ ഒരു തോട്ട്സ് വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് ഒരു പുറത്തുനിന്നുള്ള ഒരു ഈവിളയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയോ നിങ്ങളുടെ ആ സറൗണ്ടിങ്സിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനി അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കുന്തിരിക്കം പോയിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബുഖൂറോ കുന്തിരിക്കോ ഒക്കെ പോയിക്കുന്നത് നല്ലതായിരിക്കും. സന്ധ്യയ്ക്ക് അങ്ങനെ ചെയ്യുന്നത് കുറച്ചൊക്കെ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒന്ന് മാറ്റിക്കളയാൻ, ആ സമയത്തേക്കെങ്കിലും ഒന്ന് മാറ്റിക്കളയാൻ നല്ലതായിരിക്കും. നിങ്ങൾ വീട് ക്ലീൻ ചെയ്യുന്ന സമയം കല്ലുപ്പിട്ട് തുടയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നിങ്ങളുടെ വീട് എപ്പോഴും ഒന്ന് നീറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ നീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റീസ് പെട്ടെന്ന് വരും എന്നുള്ളതാണ്. പൊട്ടിയ കണ്ണാടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണാടികളൊന്ന് മാറ്റാൻ ശ്രമിക്കുക. ഗ്ലാസ്സിൽ എപ്പോഴും പൊട്ടിയ സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. പിന്നെ വളരെ പഴയ സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയ സാധനങ്ങളും മാറ്റിക്കളയുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത, നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത പഴയ സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെറുതെ പിന്നെ ആവട്ടെ കളയാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയുക. പിന്നെ പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക. പിന്നെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയും ആ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ സറൗണ്ടിങ്സ് ഒന്ന് ക്ലീൻ ആക്കി വെക്കുമ്പോൾ തന്നെ നെഗറ്റീവ് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് കുറേ വർക്ക് ലോഡ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനോ ഡ്രസ്സ് വാഷ് ചെയ്ത് അടുക്കി വെക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊരു 2-3 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ഒന്ന് ആ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളൊരു 2-3 മണിക്കൂർ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കൂടിക്കിടക്കുന്ന സാധനങ്ങളിൽ നെഗറ്റീവ്, പുറത്തുള്ള നെഗറ്റീവ്സൊക്കെ അങ്ങനെയാണ് നമ്മുടെ വീടിനകത്ത് വരുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെന്നാണ് ഇന്നത്തെ ഒരു ഡിവൈൻ മെസ്സേജിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയത്. കാരണം ഇതിനകത്ത് 10 of Wands എനർജിയാണ്. അപ്പോൾ കുറച്ച് ഇന്നത്തെ ദിവസം ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ഇത് ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക്. അപ്പോൾ ഇതും ഈ നെഗറ്റീവ് ഒക്കെ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് താങ്ങാൻ പറ്റാതായിപ്പോൾ. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നെ ഇന്നത്തെ ഈ ഇതൊന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാരലാണ്. യു ഫീൽ സംതിങ് ഈസ് ലാക്കിങ് ഇൻ യുവർ ലൈഫ്, പെർഹാപ്സ് ലവ്, മണി ഓർ ഗോൾസ്. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ എന്തോ കാര്യം ഇല്ല എന്നോ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ചിലപ്പോൾ അതിൽ സ്നേഹമോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഇന്നത്തെ ദിവസം ഇത് കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ശരിക്കും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നന്നായിട്ട് പ്രാണായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കുറച്ചൊന്ന് ശ്വാസത്തെയൊക്കെ ശ്രദ്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമോഷൻസൊക്കെ ബാഗേജസൊക്കെ കളയാൻ ശ്രമിക്കുക. ടോക്സിൻസ് പുറത്ത് കളഞ്ഞൊന്ന് ഫ്രഷ് ആക്കി വെക്കാൻ ശ്രമിക്കുക. ഈഗിളാണ്. ട്രയംഫ് ഓവർ ട്രബിൾസ്, ഒബ്സ്റ്റക്കിൾസ്. അപ്പം നിങ്ങൾക്ക് എന്ത് തന്നെ ട്രബിൾസും ഒബ്സ്റ്റക്കിൾസും ഉണ്ടെങ്കിലും അതിന് മുകളിൽ പറക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. സക്സസ് നിങ്ങൾക്കുണ്ട്, അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടിക്കാൻ മറ്റുള്ളവർക്ക് പറ്റും, അല്ലെങ്കിൽ നെഗറ്റീവ്സിന് പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക.
എന്തെങ്കിലും നെഗറ്റീവ്സ് നമ്മളുടെ ലൈഫിൽ വന്നാൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു കൊട്ട് തന്നിട്ട് തന്നെ പോകും, അതിൽ സംശയമൊന്നുമില്ല വേണ്ട. പക്ഷേ അവർക്ക് ആ കൊട്ടാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്, നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റൂല. അപ്പം അത് എപ്പോഴും മനസ്സിലാക്കുക, ജയം നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളതാണ്. കാസ്കറ്റാണ്, സമൺ ഗോയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ. അപ്പം ഇതിനകത്ത് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡായി പോകുന്നതോ ഉണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം, അങ്ങനെ കാണുന്നുണ്ട്. ബ്രോക്കൺ വിഷ് ബോൺ ആണ്, വിൽ നോട്ട് ബി ഗ്രാൻഡഡ് ആണ്. ഇന്ന് നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം ഇന്ന് അത് നടക്കാൻ പോകണില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നാളെ നടക്കും, ഇന്നത്തെ മാത്രം കാര്യമാണ്, ഇത് ഇന്നത്തെ എനർജിയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലാരും വിഷമിക്കേണ്ടതില്ല. ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു ആഫ്റ്റർനൂണിൽ ഇടുന്ന വീഡിയോ ഇടാൻ സാധ്യതയില്ല. കാരണം ഞാനൊരു ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു 5-6 ദിവസം ഞാൻ ട്രാവലുണ്ട്. അപ്പം ഞാനത് വൈകുന്നേരത്തെ വീഡിയോ ഇടാൻ ഉള്ള സാധ്യതയില്ല, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.